വെറും 2 മിനിറ്റിൽ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുമെന്നൊക്കെ കാണുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ലോകത്തിലെ പല കോടീശ്വരന്മാരും സെലിബ്രിറ്റീസും രാഷ്ട്രത്തലവന്മാരും ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു സീക്രട്ട് ജാപ്പനീസ് മാനിഫെസ്റ്റേഷൻ ടെക്നിക് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മാറി മറിയും. അടുത്ത കാലത്ത് ഞാനത് ഉപയോഗിച്ചത് എന്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ചാനൽ ആരംഭിച്ച് വെറും 4 ദിവസം കൊണ്ടാണ് എന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പൂർത്തിയായത്. സമ്പത്തും വിജയവും ഒക്കെ അട്രാക്ട് ചെയ്യാൻ ഞാൻ തീവ്രമായി ഉപയോഗിച്ച ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. കായ്സൻ എന്ന് പറയുന്ന ഈ ഒരു ജാപ്പനീസ് ടെക്നിക് കേട്ടാൽ ഭയങ്കര ഈസി ആയിട്ട് തോന്നുമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നിക്കാണ്. അതുകൊണ്ട് തന്നെ അടുത്ത കുറച്ച് മിനിറ്റുകൾ നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ എനിക്ക് വേണം. എന്റെ കൂടെ കട്ടയ്ക്കൊന്നിരിക്കണം. ദിവസവും വെറും 2 മിനിറ്റ് സമയം മാത്രമാണ് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നത്. ഫസ്റ്റ്, നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം അല്ലെ? നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന, മാനിഫെസ്റ്റ് ചെയ്യുന്ന, അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം മനസ്സിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. ഇത് സമ്പത്താവാം, റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു പരീക്ഷയിലെ വിജയമാവാം, കാറോ ബൈക്കോ എന്തുമാവാം. ഡെയിലി 2 മിനിറ്റ് സമയം നിങ്ങൾ കണ്ണടച്ച് ആ ഒരു കാര്യം അട്രാക്ട് ചെയ്തതായിട്ടും നിങ്ങൾക്ക് ലഭിച്ചതായിട്ടും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. വെറുതെ വിഷ്വലൈസ് ചെയ്താൽ പോരാ, അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം, ഹാപ്പിനെസ്, അതൊക്കെ ഫീൽ ചെയ്യിക്കാൻ പറ്റണം. അത് തന്നതിന് നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയണം. ഇതിനൊക്കെ എന്താണ് ഇത്ര പുതുമ? വിഷ്വലൈസേഷൻ അത് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ? പക്ഷെ കായ്സൻ ടെക്നിക്കിനകത്ത് നിങ്ങൾ ഇത് ഡെയിലി ഒരു പർട്ടിക്കുലർ ടൈം സ്ലോട്ട് കണ്ടെത്തി ആ ടൈം സ്ലോട്ടിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ഡെയിലി രാവിലെ 10 മണിയാണ് നിങ്ങൾ വേണ്ടി ഫിക്സ് ചെയ്യുന്നതെങ്കിൽ എന്നും രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ നിങ്ങൾ 2 മിനിറ്റ് സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. 2 മിനിറ്റ് മിനിമം ആണ്. അതിൽ എത്ര കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ കുറയാൻ പാടില്ല. ഇതാണ് ഇതിന്റെ ക്യാച്ച്. ഈ യൂണിവേഴ്സ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റിയാണ് ഡിസിപ്ലിനും റെപ്പറ്റീഷനും. നിങ്ങൾ ഡെയിലി ഒരേ സമയം ഒരേ കാര്യം ഈ രീതിയിൽ കൺസിസ്റ്റന്റ് ആയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ആണ്. പ്രാക്ടീസ് ചിലപ്പോൾ തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ ചിലപ്പോൾ ബ്രേക്ക് ആയേക്കാം, പക്ഷെ തളരരുത്. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് റീസ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ ഡെയിലി ചിലപ്പോൾ മറ്റു പല സമയങ്ങളിൽ വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അത് ഇതിന്റെ കൂടെ കൊണ്ടുപോകുള്ളൂ, കുഴപ്പമില്ല. പക്ഷെ കായ്സനകത്ത് നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേത് സമയത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്തിരിക്കണം. അഡീഷണൽ ആയിട്ട് പിന്നെ എപ്പോഴൊക്കെ ചെയ്യാമോ അപ്പോഴൊക്കെ ചെയ്തോളൂ, കുഴപ്പമില്ല. 4 ദിവസം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 വാച്ച് അവർ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ ഈ ഒരു ടെക്നിക്ക് റിഗറസ് ആയിട്ട് ചെയ്തിരുന്നു. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പുതിയ പുതിയ ആശയങ്ങൾ വരികയും വിജയത്തിലേക്കുള്ള പല വാതിലുകളും യൂണിവേഴ്സ് താനെ തുറന്നു തരുകയും ചെയ്യും. എന്റെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ബാച്ചുകളിൽ വർഷങ്ങളായി ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു ടെക്നിക്ക് കൂടിയാണ്. അഡ്വാൻസ് ലെവലിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ പുതിയ ലെവൽസ് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ടെക്നിക്ക് ആത്മാർത്ഥമായി കൃത്യമായി ചിട്ടയോടുകൂടി ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഹൈ ലെവൽ ഓഫ് സക്സസ് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1-2 ദിവസം ഇത് ചെയ്തിട്ട് ഉപേക്ഷിക്കരുത്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. 2 മിനിറ്റ് കാര്യമല്ലേ ഉള്ളൂ. ആ 2 മിനിറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. എന്താ എനിക്ക് മാത്രം ഒന്നും വർക്കൗട്ട് ആവാത്തത്, അല്ലെങ്കിൽ ജീവിത വിജയം എനിക്ക് മാത്രം എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും. നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ് വരാനിരിക്കുന്നത്? 2 മിനിറ്റ് ഡെയിലി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഗുണമേ ഉണ്ടാവുള്ളൂ. കേൾക്കുമ്പോൾ ലളിതമാണെന്ന് തോന്നുമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷെ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചാനലിന്റെ ഒക്കെ ഉദ്ദേശം ഇതാണ്. ഫ്രീ വീഡിയോസ് വഴി മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ പോലെയുള്ള കാര്യങ്ങളുടെ സീക്രട്ട് ആൻഡ് പവർഫുൾ ടെക്നിക്സ് നിങ്ങളിലേക്ക് എത്തിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട്, കുറെ കൂടെ പേഴ്സണലൈസ്ഡ് ഗൈഡൻസ്, കുറെ കൂടെ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ആണ് വേണ്ടതെങ്കിൽ ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചുകളിലേക്ക് വരാവുന്നതാണ്. ഈ ടെക്നിക്സിന്റെ മറ്റ് ടെക്നിക്സിന്റെ ഒക്കെ ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള തന്ത്രങ്ങളുടെ കോച്ചിങ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അറിവാണ് ആയുധം. അറിവ് നേടാൻ 2 സോഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. പുസ്തകങ്ങൾ വായിക്കുക, മാക്സിമം അറിവ് നേടുക. അതിനോടൊപ്പം നമ്മുടെ അനുഭവങ്ങൾ, ജീവിതത്തിൽ നമുക്ക് ഇടുന്ന അനുഭവങ്ങൾ, ജീവിതത്തിലെ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണത്തിൽ കൂടെ നമുക്ക് നേടിയ അനുഭവങ്ങൾ, ഇവയെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള അറിവാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ ആയുധം എന്ന് പറയുന്നത്. സോ എന്റെ ഈ ബാച്ചുകളിലും ഇത്തരത്തിൽ ഞാൻ ആർജിച്ച അറിവ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. യൂട്യൂബിലെയും ഇൻസ്റ്റയിലും ഫ്രീ വീഡിയോസിലും പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ എക്സ്പെരിമെന്റ് ചെയ്ത് വിജയിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. സോ ഈ ടെക്നിക് നിങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂണിവേഴ്സിന് നിങ്ങൾ ഒരു സ്ട്രോങ് സിഗ്നൽ ആണ് അപ്പം കൊടുക്കുന്നത്. മാനിഫെസ്റ്റേഷന്, ലോ ഓഫ് അട്രാക്ഷന് യാത്രയിൽ നിങ്ങൾക്ക് ഒരു കൈത്താങ്ങായി ഞാൻ ഉണ്ടാവും. നിങ്ങളുടെ സ്നേഹമാണ് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ റിവാർഡ്. സോ ഇപ്പോൾ തന്നെ കമന്റ് സെക്ഷനിൽ അനുദീപ് തിയറി അല്ലെങ്കിൽ 80 എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള എനർജി എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ.